ഇടുക്കി കട്ടപ്പനയിലെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പഞ്ചായത്ത് കാര്യാലയം പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ നിയമ നടപടിയുമായി വ്യാപാരികൾ. ഗാന്ധി സ്ക്വയർ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പൊളിച്ചു മാറ്റുന്നത്. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും സ്ഥാപന ഉടമകളാണ് നിലവിൽ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുറമെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഈയൊരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂപതിവ തഹസിൽദാരുടെ കാര്യാലയം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ കെട്ടിടത്തിലെ മുറികൾ 1 മാസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട കൃഷിഭവനും ഭൂപതിവ ഓഫീസിനും ജില്ലാ ഡ്രഗ് ഓഫീസിനും ഉൾപ്പെടെ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മാസം 1-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിൽ ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ വീണ്ടും സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും നോട്ടീസ് നൽകിയത്. പകരം സംവിധാനം ഏർപ്പെടുത്താതെ ഒഴിഞ്ഞു നൽകണമെന്ന നഗരസഭയുടെ തീരുമാനത്തിനെതിരെയാണ് വ്യാപാരികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യാതൊരു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളോ ഒന്നും പറയാതെ തന്നെ മുറി ഒഴിഞ്ഞു മാറണം. ഇവിടെ ഗാന്ധി സ്ക്വയർ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയപ്പെടുന്നു, നോട്ടീസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉപജീവനമാക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് 30 ദിവസം കൊണ്ട് ഇറങ്ങി മാറണമെന്ന് പറയുന്നത് എനിക്ക് എതിർപ്പുണ്ട്. അത് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും മാന്യമായിട്ട് ആലോചിച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ സഹകരിക്കുന്നതിന് തയ്യാറാണ്. വിഷയം നിയമ നടപടികളിലേക്ക് നീങ്ങിയതോടെ കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കി ഗാന്ധി സ്ക്വയർ നവീകരിക്കാനുള്ള നഗരസഭയുടെ നീക്കം വൈകാൻ ഇടയാക്കുമെന്നാണ് സൂചന. നവംബർ 22-ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഓഫീസ് കെട്ടിടം ഒഴിയുന്നവർക്ക് പകരം സംവിധാനം കണ്ടെത്തി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയുടെ കൈവശം ഒഴിവുള്ള വാടക മുറികൾ ഇവർക്കായി ചട്ടപ്രകാരം വിട്ടു നൽകാനും തുടർന്ന് തീരുമാനമായി. പക്ഷേ ഇതിൽ നടപടിയെടുക്കാൻ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടമുറികൾ ഒഴിയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ വ്യാപാരികൾ എത്തിയിട്ടുള്ളത്. ജനം, ഇടുക്കി.